നമസ്കാരം രാജീവേട്ട. നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. രാജീവേട്ട, അങ്ങ് നിരവധി പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ടെന്നറിയാം. ഇപ്പോൾ ഒരു പുസ്തകത്തിൻ്റെ പണിപ്പുരയിലാണെന്ന് കേട്ടു. ഒരു ഡോക്ടർ പി രാമൻ എന്നൊരാളെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് ഒക്കെയാണ് ആ പുസ്തകം എന്നാണ് ലഭിച്ച സൂചന. ആരാണ് ഈ ഡോക്ടർ പി രാമൻ? അദ്ദേഹം ഈ കേരളത്തിൻ്റെ സാംസ്കാരിക, സാഹിത്യ, ആധ്യാത്മിക മണ്ഡലങ്ങളിൽ അദ്ദേഹം എന്താണ് സംഭാവന ചെയ്തത്? ഡോക്ടർ പി രാമൻ ബൈ പ്രൊഫഷൻ ഒരു സ്കിൻ സ്പെഷ്യലിസ്റ്റാണ്. അപ്പോൾ 2018 ഓഗസ്റ്റ് 8 അദ്ദേഹം ദിവംഗതനായി. അപ്പോൾ ആ സമയത്ത് പെട്ടെന്ന് ഒരാൾ വിളിച്ചു പറഞ്ഞു, പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ സാറ് സമാധിയായിപ്പോൾ നമ്മളൊരു പുസ്തകം തയ്യാറാക്കി. കേരള പാണിനിയുടെ പൗത്രി പ്രൊഫസർ ജെ ലളിത ടീച്ചറാണ് അത് എഴുതിയതും. ഞാനത് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണ്ടി എഡിറ്റ് ആൻഡ് കോർഡിനേറ്റ് ചെയ്തു. ആ പുസ്തകത്തിൻ്റെ പ്രകാശനത്തിന് ആര് മുഖ്യപ്രഭാഷണം വേണം എന്ന് പറഞ്ഞ് നമ്മുടെ ഗാനഗന്ധർവൻ യേശുദാസ് അടക്കം വരാൻ തയ്യാറായിരുന്നു. ബാലകൃഷ്ണൻ നായർ സാറോടുള്ള അടുപ്പം കൊണ്ടുണ്ട്. അപ്പോൾ പക്ഷെ അദ്ദേഹത്തിന് വരാൻ പറ്റില്ല, മറ്റു പലരും. അപ്പോൾ അങ്ങനെ ബാലകൃഷ്ണൻ നായർ സാർ അറിയപ്പെടുന്ന ഒരു വേദാന്തിയാണല്ലോ. അപ്പോൾ ഒരു വേദാന്തി വേണമെന്ന് പറഞ്ഞപ്പോൾ മറ്റൊന്ന് രണ്ട് വേദാന്തികളുടെ പേര് വന്നപ്പോൾ അന്നത്തെ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടുകാർക്കൊന്നും അവരോട് താല്പര്യമില്ല. ഒടുവിലാണ് ഡോക്ടർ പി രാമൻ്റെ പേര് പറഞ്ഞപ്പോൾ അദ്ദേഹം വരികയും ചെയ്തു, പ്രഭാഷണം ചെയ്തു. അങ്ങനെ ആ പരിപാടിയുടെ പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ സാറുടെ ജീവചരിത്ര പ്രകാശനത്തിൻ്റെ ആരംഭിക്കുന്നതിന് മുമ്പ് രാമൻ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, എനിക്ക് ഈ പുസ്തകം എഴുതിയ ലളിത ടീച്ചറെ കാണണം. കേരള പാണിനിയുടെ പൗത്രി, സ്വയം പ്രകാശാശ്രമത്തിലമ്മ. അപ്പം അങ്ങനെ അവിടെ ചെന്ന് രാമൻ ഡോക്ടറുടെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഹാത്മാക്കളെ പോയി കാണുക, കണ്ട ഉടനെ അവരെ നമസ്കരിക്കുക. അപ്പം നമസ്കരിച്ച് അപ്പോൾ ടീച്ചറും വല്ലാണ്ടായി. ഇതേപോലെയുള്ള മുഖ്യപ്രഭാഷണത്തിന് വന്ന ഒരാൾ നമസ്കരിച്ചപ്പോൾ രണ്ടുപേരും തല ഉയർത്തി നോക്കിയപ്പോൾ ടീച്ചർക്ക് ഒരു അനുഭവം ഉണ്ടായി. ലളിത ടീച്ചർക്ക് ഒരു അനുഭവം ഉണ്ടായി. ഇതെന്നോട് പറയുകയും ചെയ്തു. ടീച്ചർ വേറെ ഒരാളോടും പറഞ്ഞിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞ് എന്നോട് ഈ പുസ്തകത്തിനെ കുറിച്ച് ഇങ്ങനെ സൂചിപ്പിച്ചു എന്ന് പറഞ്ഞല്ലോ. പിന്നെ പുസ്തകത്തിനെ രാമൻ ഡോക്ടറെക്കുറിച്ച് പല പ്രഗത്ഭരും എഴുതിയ ലേഖനങ്ങൾ തയ്യാറായിട്ടുണ്ട്, ഒന്ന് വരണം എന്ന് പറഞ്ഞ് രാമൻ ഡോക്ടറുടെ അവസാന കാലഘട്ടത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നിരുന്ന 1-2 പേര് വിളിച്ചു. ഞാനങ്ങനെ കാലടിയിൽ പോയി. ഇത് നടക്കുന്നത് 2018 സെപ്റ്റംബറിലാണ്. കാലടി പോയി 3 ദിവസം നിന്നു. ഒരു വിവരമില്ല, വിളിച്ചവരാരുമില്ല. അതിനിടയ്ക്ക് ഏതൊരു ഡോക്ടർ, രാമൻ ഡോക്ടറുടെ ശിഷ്യൻ എന്ന് പറയുന്ന ഒരു ഡോക്ടർ പുസ്തകമാക്കുന്നു. കോഴിക്കോട് യൂണിവേഴ്സിറ്റി യിലുള്ള ഡെപ്യൂട്ടി രജിസ്ട്രാറായിട്ടുള്ള ഒരു ലേഡി പുസ്തകം തയ്യാറാക്കുന്നു. അങ്ങനെ രാമൻ ഡോക്ടറുടെ പുസ്തകം തയ്യാറാക്കാൻ ബഹളമായ ഇതുവരെ ആയിട്ടില്ല. അപ്പം ആളത്ര പ്രഗത്ഭനാണ്. കാര്യം അദ്ദേഹത്തെക്കുറിച്ച് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ആഡംബരങ്ങളോ ആരവങ്ങളോ ഇല്ലാതെ പാൻറ്റും ഷർട്ടും ഇട്ട് നടന്ന ഒരു അവധൂതൻ. അപ്പം ഞാനിപ്പോൾ വീണ്ടും നമ്മുടെ നാഗാർജുനയുടെ ചെയർമാൻ ദേവദാസ് നമ്പൂതിരിപ്പാട് ഇദ്ദേഹത്തെക്കുറിച്ച് കിട്ടിയ കുറേ ലേഖനങ്ങളൊക്കെ എനിക്ക് ഈ അടുത്ത് അയച്ചു തന്നു. അപ്പം എൻ്റെ അനുഭവം, അദ്ദേഹവുമായിട്ടുള്ള അനുഭവം വളരെ രസകരമായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ട്. ഞാൻ കോഴിക്കോട് 2004 മുതൽ 2008 വരെ താമസിച്ച സമയത്ത് ഇദ്ദേഹം അന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്നു. ഞാനാണെന്ന് വെച്ചാൽ സിദ്ധിനാഥാനന്ദ സ്വാമികളുടെ അവസാന കാലത്ത് കോഴിക്കോട് എത്തിയിരിക്കുന്നു. അപ്പോൾ സിദ്ധിനാഥാനന്ദ സ്വാമികളെ കാണാൻ ഇദ്ദേഹം കൂടെ വരും. അപ്പോൾ സിദ്ധിനാഥാനന്ദ സ്വാമി അറിയാലോ? അറിയാം. ശ്രീരാമകൃഷ്ണ ആശ്രമത്തിലെ രാമകൃഷ്ണ വിവേകാനന്ദ ദർശനത്തിൻ്റെ വളരെ ജ്വാജല്യമാനമായ ഭൗതിക രംഗത്തിൻ്റെ ഒരു പ്രതിനിധിയാണ്. അപ്പോൾ സിദ്ധിനാഥാനന്ദ സ്വാമി ഡോക്ടർ രാമനോടൊരു പ്രത്യേക പരിഗണന കാട്ടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. മറ്റു പലരും അവിടെ വരുമ്പോൾ അത്രയൊന്നും അദ്ദേഹം
ആ ടൈം അവർക്ക് അനുവദിച്ച ടൈം കൊടുത്തു പോയി. അപ്പോൾ ഞാൻ ഇതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പം കിട്ടിയ വിവരങ്ങൾ അനുസരിച്ച് നമുക്ക് അദ്ദേഹം 1943 ജൂലൈ 1 വണ്ടൂരിനടുത്ത് പുളിയങ്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് ജനിച്ചു. ഈ വണ്ടൂർ എന്ന് പറയുന്ന മലപ്പുറം ജില്ലയിൽ. പിന്നെ അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങൾ ആസ്പിൻ വാൾ കമ്പനിക്ക് അവിടെ നിലമ്പൂരിനടുത്ത് വലിയ എസ്റ്റേറ്റ് ഉണ്ട്. അപ്പോൾ സഹോദരന്മാർ അവിടെ ജോലി ചെയ്തപ്പോൾ അവിടെ അദ്ദേഹം പോയി. അവിടെയാണ് പഠനം. ഡബിൾ പ്രമോഷനോടുകൂടി ഹൈസ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞു. അങ്ങനെ ഒരാൾ അധസ്ഥിത ജനവിഭാഗത്തിൽ ജനിച്ചു എന്ന് പറയുന്ന ഒരാൾ പിൽക്കാലത്ത് നമ്മൾ കാണുന്നത് ചേന്നാസ് മന, ഗുരുവായൂർ തന്ത്രി, ചേന്നാസ് മനയിലെ വളരെ പ്രധാനപ്പെട്ട ആളായിത്തീരുന്നു. പിന്നെ ശുചീന്ദ്രത്തെ സ്ഥാനീയരുടെ ആളായിട്ട് തീരുന്നു. അപ്പം എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, രാമൻ ഡോക്ടർ ഏത് ഇല്ലത്തിലെയാണ്? ഇവിടെ ഞാനതൊരു രാമൻ ഡോക്ടറുടെ വൈവിധ്യമാർന്ന വ്യക്തിത്വത്തിൻ്റെ ഒരു പോയിൻ്റാണ് ഞാൻ എടുക്കുന്നത്. അതായത് സോഷ്യൽ ആസ്പെക്റ്റ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ ഭാരതം മുഴുവനും, പ്രത്യേകിച്ച് കേരളത്തിൽ, സനാതനധർമ്മം അത് ജാതീകൃതമാണ്. അതുകൊണ്ട് ജാതി ഇല്ലാതാവണമെങ്കിൽ സനാതനധർമ്മത്തെ ഇല്ലാതാക്കണം. അങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ ഡോക്ടർ പി രാമനെ പോലെയുള്ള ആൾ, ഞാൻ വീണ്ടും പറയുകയാണ്, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ദളിത് സമൂഹത്തിൽ ജനിച്ച് ജീവിച്ച ഒരാൾ എല്ലാവർക്കും ഒരുപോലെ അംഗീകരിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ പിന്നിലുള്ള സോഷ്യൽ ആസ്പെക്റ്റ്? തീർച്ചയായിട്ടും സനാതനധർമ്മത്തിലുള്ള അദ്ദേഹത്തിൻ്റെ അറിവും പാണ്ഡിത്യവും അദ്ദേഹം കൈവരിച്ച നേട്ടങ്ങളും ഒക്കെ തന്നെ ആയിരിക്കില്ലേ അവിടെ? അതൊരു അന്വേഷണം, പ്രത്യേകിച്ച് അത് കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യമല്ലേ. നേരെ മറിച്ച് ഏകദേശം ഇതേ കാലത്ത് ജനിച്ച ഒരാളാണ് ഡോക്ടർ എം കുഞ്ഞാമൻ. അദ്ദേഹത്തിൻ്റെ ഒരു ആത്മകഥ എതിർന്നുണ്ട്, എതിർപ്പോ. അതിൽ അദ്ദേഹം താൻ നേരിട്ട്, അതായത് ഈ അന്നത്തെ മാത്രമേ ഇന്നും നിലനിൽക്കുന്നു എന്ന് പറയുന്ന ജാതീകൃതമായ വൈകൃതങ്ങളെ കൊണ്ട് താൻ നേരിട്ട എതിർപ്പ്, അത് ചൂടപ്പം പോലെയാണ് വിൽക്കുന്നത്. എന്നാൽ രാമൻ ഡോക്ടർ ഈ പറഞ്ഞ പോലെ സമാധിയോ, പലരും അങ്ങനെയാണ് പറയുന്നത്, ആയിട്ടും 8 വർഷം കഴിഞ്ഞിട്ടൊരു പുസ്തകം ആകുന്നില്ല എന്ന് പറയുമ്പോൾ അത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം. എന്തുകൊണ്ടാണ് രാമൻ ഡോക്ടറെ കുറിച്ചൊരു പുസ്തകമോ ഇപ്പൊ എക്സ് നക്സലൈറ്റുകൾ പോലും അവരുടെ ഡോക്യുമെന്ററി ഇറങ്ങും. ഇത് എന്തുകൊണ്ട് അവരെ കുറിച്ച് സിനിമ വരെ ഇറങ്ങുന്നു. അതെ. അപ്പം എന്തുകൊണ്ട് രാമൻ ഡോക്ടറെ പോലെയുള്ള ഒരാളെക്കുറിച്ച് ഈ അനേകായിരങ്ങളുണ്ട്. കാര്യം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ, അതേപോലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അദ്ദേഹം ഉണ്ടായിരുന്നപ്പോൾ ആദ്യത്തെ ക്ലാസ്, പുതിയതായി വരുന്ന ബാച്ചിലെ ക്ലാസ് ഇദ്ദേഹമാണ് എടുത്തിരുന്നതെന്ന് കേട്ടിട്ടുണ്ട്. അതുകൂടാതെ അദ്ദേഹം റിട്ടയർഡ് ആയ ശേഷം അമൃതാനന്ദമയി മഠത്തിൽ, അവിടുത്തെ മെഡിക്കൽ കോളേജിലെ ആദ്യത്തെ ക്ലാസ് രാമൻ ഡോക്ടറുടെ അതെ, അവിടെ അദ്ദേഹം എടുത്തു എന്നാണ് പറയുന്നത്. പിന്നെ എല്ലാ അന്തർയോഗങ്ങളിലും ഏത് ആശ്രമങ്ങളിലും രാമൻ ഡോക്ടർ സ്വീകാര്യനാണ്, ആദരണീയനാണ്. അതെ. കാര്യം അദ്ദേഹം സനാതനധർമ്മശാസ്ത്രത്തെ ആധുനിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ഒരു സവിശേഷമായ രീതിയിൽ പ്രഭാഷണം നടത്തുന്ന ഒരാളെ. ഇപ്പോൾ ഉദാഹരണത്തിന് ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ്റെ സംഘടന ഇദ്ദേഹത്തിൻ്റെ പതഞ്ജലി യോഗസൂത്രത്തെക്കുറിച്ചിട്ടുള്ള ടോക്ക് CD-യിലാക്കി ലക്ഷക്കണക്കിന് കോപ്പികൾ ചിലവായിട്ടുണ്ട്. അത് ശരി. അങ്ങനെയുള്ള അപ്പോൾ ആധുനിക ശാസ്ത്രം, ഞാൻ നേരത്തെ പറഞ്ഞു അദ്ദേഹം ഒരു സ്കിൻ സ്പെഷ്യലിസ്റ്റായിരുന്നു. അദ്ദേഹം പക്ഷെ ചികിത്സിച്ചത് മനുഷ്യ മനസ്സുകളെയാണ്. ഇപ്പം ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, അത് ഈ വടകരയിലെ സിദ്ധസമാജവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ കോഴിക്കോട് രാമകൃഷ്ണ ആശ്രമത്തിൽ താമസിക്കുമ്പോൾ ഞാൻ കുഞ്ഞുണ്ണി മാഷ് താമസിച്ചിരുന്ന റൂമിലാണ് താമസിക്കുന്നത്. അപ്പോൾ അന്ന് എഴുത്ത് വായന ഇരിക്കുന്ന സമയത്ത് ഒരാൾ വന്ന റൂമിൽ മുട്ടി പറഞ്ഞു, സ്വാമി പറഞ്ഞു അവിടെ ഒരു സ്ത്രീ ഇരിക്കുന്നുണ്ട്, അവരാരാണെന്ന് അന്വേഷിക്കാം. അപ്പം ഞാൻ പറഞ്ഞു, സ്വാമിക്ക് അന്വേഷിച്ചൂടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വന്ന് അന്വേഷിച്ചൂടെ? അത് വലിയ ഇഷ്യൂ ആയി പിന്നീട്. അതവിടെ. അപ്പം അങ്ങനെ ഞാനത് പറഞ്ഞ് ഞാൻ റൂമിൽ ഇരുന്നു. പിന്നെ ഊണ് കഴിക്കാൻ പോയിരുന്ന സമയത്ത് ഈ സ്ത്രീ ഇരിക്കുന്ന സമയത്ത് അതിൽ കൂടെ പോകണം. അപ്പം ഞാൻ ചോദിച്ചു,
എന്താ ഇവിടെ ഇരിക്കുന്നത്? അത് ആശ്രമത്തിലൊരു പ്രത്യേക സ്ഥലത്ത് ഇരിക്കുകയാണ്. ഞങ്ങൾ രാത്രിയിലൊക്കെ പോയി അവിടെ ഇരിക്കും, വളരെ ശാന്തമായിട്ട്. അപ്പോൾ അവിടെ ഇരിക്കുക. അപ്പോൾ അവർ പറഞ്ഞു, രാമൻ ഡോക്ടറെ കാത്തുകൊണ്ടാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞു. ഓ അത് ശരി. ഞാൻ അങ്ങനെ കടന്നുപോയി. ഇത് 2004-ലോ 2005-ലോ നടന്ന സംഭവം. പോയി ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അവിടെ അവരവിടെ ഇരിക്കുന്ന പോയി ഞാൻ വേറെ വഴി വന്ന് എൻ്റെ റൂമിൽ ഇരിക്കുമ്പോൾ ഒരു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ റൂമിൽ വീണ്ടും മുട്ട് കേട്ടപ്പോൾ രാമൻ ഡോക്ടർ. അപ്പോൾ ഈ സ്ത്രീയുമായിട്ട് വന്നു. അപ്പോൾ അവർ എനിക്ക് പരിചയപ്പെടുത്തി, എന്നെ അദ്ദേഹം പഠിച്ച രാമൻ ഡോക്ടർ അവിടെ ഇരുന്ന് എന്നോടൊരു ചോദ്യം ചോദിച്ചു. അവർ പോയി. 20-22 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ്. രാമൻ ഡോക്ടർ എന്നോട് ചോദിച്ചു, ഈ ഇഷ്ടപ്പെട്ടവരുടെ വിയോഗം വലിയ ദുഃഖമാണല്ലേ എന്ന് ചോദിച്ചു എന്നോട്. അപ്പം ഞാൻ ഞാനെന്ത് പറയാനാ സാറേ, അല്ല ഇഷ്ടപ്പെട്ടവരുടെ വിയോഗം വളരെ ദുഃഖമാണല്ലേ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ അന്ന് പറഞ്ഞു, അതിനോടൊപ്പം മമതയും സ്വാർത്ഥതയും കൂടി പൂവല്ലേ ഉണ്ടാവുന്നത്. ഓ സാറ് പറഞ്ഞത് ശരിയാണ്. രാമൻ ഡോക്ടറുടെ ഒരു ശൈലിയാണ്. ഓ സാറ് പറഞ്ഞത് ശരി, ഇത് വലിയൊരു പോയിൻ്റാണ്. നമുക്ക് എന്ത് അനുഭവം ഉണ്ടായിട്ടാണ് പറയുന്നത്. അത് കഴിഞ്ഞ് 10-20 വർഷം കഴിഞ്ഞിട്ട് ഈ രാമൻ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ നമുക്കത് അനുഭവവേദ്യമാണ്. അപ്പം ഇതിൻ്റെ കാര്യം പിന്നീട് ഞാൻ അന്വേഷിച്ചപ്പോൾ അദ്ദേഹം പറയുന്ന ഈ പതഞ്ജലി യോഗസൂത്രത്തിൽ പറയുന്ന സമാധി ഭാഗത്തിൽ അദ്ദേഹം ഋതംബരാ ബുദ്ധി എന്ന് പറയുന്നുണ്ട്. അപ്പം അതിനെക്കുറിച്ചൊക്കെ നമ്മൾ അന്വേഷിച്ചപ്പോൾ, അതായത് സാധു രാമസ്യ ലോകം, സാധുവായ രാമൻ്റെ ലോകം എന്തായിരുന്നു എന്ന് അന്വേഷിക്കുകയാണ് നമ്മൾ. അപ്പോൾ വടകര സിദ്ധസമാജം, അതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ ആദ്യ ഗുരു കുഞ്ഞുണ്ണിപ്പിള്ള എന്ന് പറയുന്ന ഒരാളാണ്. അദ്ദേഹം ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ശിഷ്യനായിരുന്നു. നമ്മുടെ ആലത്തൂർ സിദ്ധാശ്രമം. അപ്പം അദ്ദേഹത്തിൽ നിന്ന് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ ചിന്മയാനന്ദ സ്വാമി സന്യാസിയായി കേരളത്തിൽ ആദ്യത്തെ പ്രഭാഷണത്തിന് വന്നപ്പോൾ രാമൻ ഡോക്ടർ ഈ വിദ്യാവാചസ്പതി വി പാനോളിയുടെ ഒപ്പം പോകുന്നുണ്ട് അദ്ദേഹത്തെ കാണാൻ. ചിന്മയ മിഷനിൽ നിന്ന് പങ്കെടുക്കാൻ, ചിന്മയ മിഷനിൽ ചേരാൻ അദ്ദേഹം പോയതാണ്. പിന്നെ എന്തുകൊണ്ട് ചേർന്നില്ല എന്ന് അതിനെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചപ്പോൾ ഡോക്ടർ DM വാസുദേവൻ, ഇദ്ദേഹത്തിൻ്റെ 2 വർഷം സീനിയറായിട്ടുള്ള ആളാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ. അപ്പം അദ്ദേഹം പറയുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ കുഞ്ഞുണ്ണിപ്പിള്ള പറഞ്ഞു, താങ്കൾ സ്വതന്ത്രനായി നടക്കേണ്ട ഒരാളാണ്, ഏതെങ്കിലും ഒരു മിഷനിൽ ചേർന്നാൽ നടക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ചിന്മയ മിഷനിൽ ചേരാതിരുന്നത്. കാര്യം ഡോക്ടർ രാമൻ, ഞാൻ പറഞ്ഞു, സ്കൂളിൽ പഠിക്കുമ്പോൾ ഡബിൾ പ്രൊമോഷനോട് കൂടി വന്നത്. പിന്നെ മെഡിക്കൽ കോളേജിൽ അദ്ദേഹത്തിന് സീറ്റ് കിട്ടിയത് റിസർവേഷനിലല്ല, മെറിറ്റിലാണ് കിട്ടിയത്. അങ്ങനെ അപ്പോൾ പക്ഷേ ഡോക്ടർ DM വാസുദേവൻ BC റോയ് അവാർഡൊക്കെ കിട്ടിയ ആളാണ്. കോഴിക്കോട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പളും ആയിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ 2 വർഷം ജൂനിയറായിരുന്ന ഡോക്ടർ രാമനെ ആദ്യം അവിടെ എല്ലാവരും കണ്ടിരുന്നത്, ഹീസ് ദ മോസ്റ്റ് യൂസ്ലെസ് പേഴ്സൺ ഇൻ ദ ക്യാമ്പസ്. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇദ്ദേഹത്തിൻ്റെ ഒരു നാട്ടുകാരൻ മെഡിക്കൽ കോളേജിൽ വന്നു. അന്നത്തെ കാലത്ത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് എന്തോ അസുഖമായി. ഇപ്പോൾ രാമൻ ഡോക്ടർ ഇദ്ദേഹത്തിൻ്റെ കൂടെ നടന്ന് ഡോക്ടറെ കാണാനും ലബോറട്ടറിയിൽ പോകാനൊക്കെ നടന്ന് അന്നത്തെ ഒരു പരീക്ഷ എഴുതാണ്ടിരുന്നു. 1 വർഷം പോയി. രാമൻ എന്ന് പറയുന്ന രാമൻ ഡോക്ടർ, അദ്ദേഹത്തിൻ്റെ വൈവിധ്യമാർന്ന വ്യക്തിത്വത്തിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. കുറേ ചിതറിയ ചിന്തകൾ ആ വ്യക്തിത്വം. കാരണം സേവന സന്നദ്ധനായിരുന്നു, മനസ്സിലായി. പിന്നെ അതേപോലെ തന്നെ ഈ സ്നേഹാർദ്രമായ സഹാനുഭൂതി, അതുപോലെ തന്നെ നിസ്വാർത്ഥമായ സേവനം. അങ്ങനെ വരുമ്പോൾ ഒരു ചിത്തശുദ്ധി വരുമല്ലോ. അപ്പോൾ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം രമണ മഹർഷിയെക്കുറിച്ചുള്ള ഒരു അന്വേഷണം അങ്ങനെ നടന്ന്, അപ്പോൾ ഇതിനിടയിൽ ഒരു കാര്യം, ഈ 8 വർഷമായി അദ്ദേഹം സമാധി ആയിട്ട്. അപ്പോൾ അദ്ദേഹം രാമൻ ഡോക്ടർ മുഖാന്തരം അമൃതാനന്ദമയി മഠത്തിൽ വന്ന ഒരു പപ്പേട്ടനുണ്ട്. സംഘത്തിൻ്റെ ആദ്യകാലത്ത്
പത്മനാഭൻ എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് SBIയിലെ ഉദ്യോഗസ്ഥനായിരുന്നു. ഓ ഓ ഓ. അദ്ദേഹം ഈ പറഞ്ഞ പോലെ പലരും ഇങ്ങനെ ഞാൻ പുസ്തകം എഴുതണു എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചപ്പോൾ അദ്ദേഹം അപ്പോൾ താങ്കൾ ഇത് എഴുതണം എന്ന് പറഞ്ഞ് ഡോക്ടർ പി രാമനെ കുറിച്ച് പത്മേട്ടൻ വേഗം അന്ന് രാത്രി ഇവിടെ താമസിക്കണം എന്ന് പറഞ്ഞിട്ട് എന്നെ അന്ന് രാത്രി തന്നെ അമൃതാനന്ദമയി അമ്മയുടെ അവിടെ കൊണ്ടുപോയി. ഓ ഓ. കൊണ്ടുപോയിട്ട് ഇങ്ങനെ രാമൻ ഡോക്ടറുടെ ഒരു പുസ്തകം എഴുതാൻ പോകുന്നു എന്നപ്പോൾ അമ്മ പറഞ്ഞു, ഓ രാമൻ, എന്തൊരു സിമ്പിൾ, എന്തൊരു ഹമ്പിൾ. അപ്പം ഞാൻ പിന്നീട് ഈ രാമൻ ഡോക്ടറെ കണ്ട ആൾക്കാർ പിന്നീട് പലരും പല മേഖലയിലും ഇന്നിപ്പോൾ നാട് മുഴുവനും ആത്മീയമായിട്ടുള്ള ഗുരുക്കന്മാരല്ല, ആരും ശിഷ്യന്മാരും ഇല്ല. രാമൻ ഡോക്ടർ ഒരു ഇപ്പോൾ വലിയ പ്രഗത്ഭനായിട്ടുള്ള ഒരു രാഹുൽ ലക്ഷ്മൺ ഉണ്ട്, ഡോക്ടർ രാഹുൽ ലക്ഷ്മണും ലക്ഷ്മി രാഹുലും. അപ്പം അദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ പ്രഭാഷണം കേട്ടിട്ട് ചെന്ന് ചോദിച്ചപ്പോൾ എന്നെ ശിഷ്യനാക്കണം, ഞാൻ അങ്ങയുടെ ശിഷ്യനാവാം. ഇതാണ് രാമൻ ഡോക്ടർ. അത് അമൃതാനന്ദമയി അമ്മയടക്കം പറയുന്നു. ഞാൻ മനസ്സിലാക്കിയത് രാമൻ ഡോക്ടറെ റിട്ടയേർഡായിപ്പോൾ സർക്കാർ സർവീസിൽ നിന്ന് റിട്ടയേർഡാക്കിയപ്പോൾ അമ്മ തന്നെ പറഞ്ഞു, മോനെ ഇവിടെ വന്ന് മെഡിക്കൽ കോളേജ് ഉണ്ടല്ലോ. അപ്പോൾ രാമൻ ഡോക്ടർ പറഞ്ഞു എന്നാണ് പറയുന്നത്, അമ്മേ ഞാനിങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്ന ഒരു നായിയാണ്, എനിക്കൊരു അൽസേഷ്യൻ ആവണ്ട. അപ്പം ഈ നർമ്മമധുരമായ സംഭാഷണം, അതിനോടൊപ്പം തന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ സമൂഹത്തിലെ എല്ലാ തരത്തിലുള്ള ശ്രേണികളുമായി അദ്ദേഹത്തിന് ഒരു ബന്ധം ഉണ്ട്. ഒരു പാൻറ്റും ഷർട്ടും എടുത്ത പല വീടുകളിലും അദ്ദേഹത്തിന് പാകത്തിൽ ഒരു ഷർട്ടും മുണ്ടും ഉണ്ട്. അപ്പം ഇങ്ങനെ ഒരാൾ ഈ കേരള സമൂഹത്തിൽ ജീവിച്ചിരുന്നു, പ്രവർത്തിച്ചു. അനേകായിരങ്ങൾ അദ്ദേഹത്തിൻ്റെ വലിയ രാമൻ ഡോക്ടർ ഗുരുവായിട്ട് കാണുന്നുണ്ട്. ഇപ്പം ചേന്നാസ് മനയിൽ നിന്ന് എഴുതി കുറച്ച് പേര് എഴുതിയിരിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം ഗുരുവാണ്. ഗുരു മാത്രമല്ല ഗുരുവായൂരപ്പനുമാണെന്ന് അവർ എഴുതിയിട്ടുണ്ട്. അപ്പം ഇതൊരു അന്വേഷണം നമ്മൾ നടത്തേണ്ടത്. പ്രത്യേകിച്ചും കേരളത്തിൽ സനാതനധർമ്മം വെല്ലുവിളി നേരിടുന്ന ഈ സന്ദർഭത്തിൽ നമ്മുടെ സംഘത്തിലൊക്കെ പറയുന്ന ഒരു വാചകമുണ്ട്, സാമൂഹിക സമരസത. അതെ അതെ അതെ, സാമൂഹിക. നമ്മളിപ്പോൾ സവർണ സമുദായത്തിൽപ്പെട്ടവർ അധസ്ഥിത ജനവിഭാഗങ്ങൾക്ക് വേണ്ടി എല്ലാം ത്യജിച്ച് പ്രവർത്തിച്ച ഒരുപാട് പേരുണ്ട്. സുബ്രഹ്മണ്യം തിരുമുമ്പ്, പിന്നെ VT ഭട്ടതിരിപ്പാട്, അങ്ങനെ പല മേഖലകളിലുള്ള. പക്ഷേ ദളിത് സമൂഹത്തിൽ നിന്നും ആധുനിക വിദ്യാഭ്യാസം കിട്ടി. അതാണ് ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെയൊക്കെ ഒന്നും കിട്ടാത്ത ആളല്ല, അതൊക്കെ കിട്ടി ഉയർന്ന് ഏത് സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ എല്ലാ മേഖലയിലും പോകാമെങ്കിൽ അതേ ഉദ്യോഗം തന്നെ അതിൽ നിന്നത് തൻ്റെ കുടുംബാംഗങ്ങളുടെ. ചോദിക്കണമെന്ന് വിചാരിച്ചു, അദ്ദേഹത്തിൻ്റെ കുടുംബമൊക്കെ എങ്ങനെയാണ്? അല്ലല്ല, അതിനൊക്കെ പല എന്നോട് തന്നെ ഒരിക്കലും പറയുണ്ടായി. ഇതൊക്കെ രഹസ്യമാണെങ്കിലും നമ്മൾ എഴുതുമ്പോൾ പറയണമല്ലോ. എനിക്കും തോന്നി ഇക്കാര്യം. ഞാൻ നേരത്തെ പറഞ്ഞ ഈ ആധുനിക വിദ്യാഭ്യാസം കിട്ടിയ ആൾ അന്നത്തെ കാലം 60കളിലെ ഡോക്ടറായ ഒരാളെ ആ മാർക്കറ്റിൽ, മാരേജ് മാർക്കറ്റിൽ എത്രത്തോളം വലിയ ഡിമാൻഡ്. അങ്ങനെ ഇരിക്കുമ്പോൾ അപ്പോൾ ഒരു സ്ത്രീ എല്ലാവരും ഇരിക്കുമ്പോൾ വന്നപ്പോൾ അവരൊരു ലേഡി ഡോക്ടറാണെന്നാണ് പറയുന്നത്. എല്ലാവരുടെ മുമ്പിൽ വെച്ച് പറഞ്ഞു അത്രേ, രാമൻ ഡോക്ടർ വിവാഹം കഴിക്കുകയാണെങ്കിൽ എന്നെ തന്നെ കഴിക്കണം, അല്ലെങ്കിൽ ഞാൻ തൂങ്ങിച്ചാവും. അപ്പോൾ രാമൻ ഡോക്ടർ പറഞ്ഞു എന്നാണ് പറയുന്നത്. ഇതിപ്പോൾ നീ 13ാമത്തെ ആളാണ് ഇത് എന്നോട് പറയുന്നത്. അപ്പം നിന്നെ ഞാൻ കല്യാണം കഴിച്ച ബാക്കി 12 പേരും തൂങ്ങിച്ചാവില്ലേ? അതിനും ഭേദം ഇങ്ങനെയായിരുന്നു രാമൻ ഡോക്ടർ. ലളിതമായിട്ട് മറുപടി, സരസമായി മറുപടി കൊടുക്കുന്ന ആൾ കൂടിയായിരുന്നു. പക്ഷേ ചില വിഷയങ്ങൾ വരുമ്പോൾ അതിനെനിക്ക് തോന്നുന്നത് രാമൻ ഡോക്ടറുടെ ഒരു സ്വതസിദ്ധമായ ശൈലിയിൽ സാമ്പ്രദായികമായി പഠിച്ചിട്ടുള്ള ആളല്ല. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഈ ആധുനികതയും എന്നാൽ സനാതനധർമ്മം, ചിന്മയ മിഷനായിട്ട്, പിന്നെ രാമകൃഷ്ണ മിഷനിൽ ഞാൻ പറഞ്ഞില്ലേ സിദ്ധിനാഥാനന്ദ സ്വാമി. അപ്പം പലരും സിദ്ധിനാഥാനന്ദ സ്വാമികളുടെ പേരിലൊരു പുരസ്കാരമുണ്ട്, അത് ഡോക്ടർ രാമന് തന്നെ കൊടുക്കണം എന്ന് പറഞ്ഞ് ഞാൻ അദ്ദേഹത്തെ പോയി സമീപിച്ചു. അപ്പോൾ പറഞ്ഞു, അയ്യോ അത് മാത്രം എന്നോട് പറയില്ലേ, സിദ്ധിനാഥാൻ സ്വാമിയുടെ പേരിലുള്ള ഒരു പുരസ്കാരം അതുകൊണ്ട്. അപ്പോൾ ഞാനൊരു ചോദ്യം ചോദിച്ചു,
എന്നാൽ അങ്ങ് ഒരു അർഹിക്കുന്ന ഒരാളുടെ പേര് പറയണം. ഞാൻ ഒഴിച്ച് ബാക്കി എല്ലാവരും അതിന് അർഹതയാണ്. അയ്യോ, അപ്പം ഇങ്ങനെയുള്ള ഒരു എത്ര വിനയം, ഈ എന്താ പറയാ, പാണ്ഡിത്യവും വിനയവും വിനയ സമ്പന്ന, ഇതെല്ലാം ഒരുമിച്ച് സമ്മേളിച്ച ഒരു വ്യക്തി. ഒരു 25 തവണയെങ്കിലും അദ്ദേഹം ഹിമാലയ യാത്ര നടത്തിയിട്ടുണ്ട്. ഓ, അത് ശരി. ആ പോകുന്ന സമയത്ത് അവിടുത്തെ ഉള്ള ആൾക്കാർക്ക് മെഡിസിൻ വാങ്ങും, സന്യാസിമാർക്കൊക്കെ. അത് വാങ്ങിയിട്ട് അവിടെ വിതരണം ചെയ്യും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിസ്വാർത്ഥ സേവനം, ഇപ്പോൾ വയനാട്ടിലെയും അട്ടപ്പാടിയിലെയും ഒക്കെ ആദിവാസികൾക്കിടയിൽ ചികിത്സിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരാണ് ഇപ്പോൾ അവിടെ ഉള്ളത്, മെഡിക്കൽ ഫീൽഡിലുള്ളത്. അപ്പം എന്തുകൊണ്ട് ഇങ്ങനെ വളരെ എന്താ പറയണ്ടേ, കേരളത്തിന്റെ പൊതുസമൂഹം അദ്ദേഹത്തെ വേണ്ട വിധത്തിൽ അറിഞ്ഞില്ല. എത്രയോ പേര്, ഞാൻ ഡോക്ടർ രാമൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയല്ല, ആ വ്യക്തിയിൽ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ എത്രയോ പേര് സനാതനധർമ്മ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് നിസ്വാർത്ഥമായ സേവനം. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് വേദാന്തം പ്രസംഗിക്കാൻ പറ്റും. ഞാൻ അന്ന് എൻ്റെ ഒരു ഇൻസിഡൻറ്റ് പറഞ്ഞു. അവിടെ അന്ന് ആ സ്ത്രീ അവിടെ നിന്നപ്പോൾ ഞാൻ മൈൻഡ് ചെയ്യാതെ പോയി. അന്ന് അദ്ദേഹം എന്നോട് ചോദിച്ചു, വിയോഗം വളരെ വിഷമമാണല്ലേ? ഞാൻ വേദാന്തത്തിലൊക്കെ കയറിയിരിക്കുന്ന ഞാൻ എന്ത് പറഞ്ഞു? സ്വാർത്ഥതയും മമതയും അല്ലേ അതിനോടൊപ്പം പോകുന്നത്. ഇതിൽ എന്തിരിക്കണം? കാരണം നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ എന്താണ് അത്? ഹിന്ദു സമൂഹത്തിൽ, മാനവ സമൂഹത്തിൽ വിഷമിക്കുന്നവർക്ക്, ബുദ്ധിമുട്ടുന്നവർക്ക് ഒരു താങ്ങും തണലുമായി തീരുക. ഇത് നമ്മുടെ ഈ വിജ്ഞാനം, അത് വേദാന്തമായാലും അല്ലെങ്കിൽ അതിന് തടസ്സമായി നിൽക്കുന്നുണ്ടോ? ഈ പോയിന്റിലേക്കാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ ഞാൻ കന്യാകുമാരിയിൽ ഇരിക്കുമ്പോൾ അസ്തമയം കണ്ടിങ്ങനെ നടക്കുമ്പോൾ ഒരാൾ നടന്നു വന്നിട്ട് ഞാൻ രാമൻ ഡോക്ടറുടെ ആയിട്ട് ബന്ധപ്പെട്ട ഒരാളാണ്, താങ്കളെ കുറിച്ച് രാമൻ ഡോക്ടർ പറയാറുണ്ട്, ഇപ്പം കണ്ടു. അന്ന് 20-21 വർഷങ്ങൾക്ക് മുമ്പ് താങ്കൾ രാമൻ ഡോക്ടറുടെ അടുത്ത് പറഞ്ഞൊരു കാര്യം തിരുവനന്തപുരത്ത് വന്നപ്പോൾ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഇഷ്ടപ്പെട്ടവരെ അകന്നു പോയുമ്പോൾ വിഷമല്ലേ. അപ്പോൾ രാജീവ് ഇരിഞ്ഞാലക്കുട പറയുന്നത്, അപ്പോൾ സ്വാർത്ഥതയും മമതയൊക്കെ നഷ്ടപ്പെടുകയാണ്. 20-21 വർഷം കഴിഞ്ഞിട്ടാണ് ഞാനന്ന് കോഴിക്കോട് രാമകൃഷ്ണ ആശ്രമത്തിൽ പറഞ്ഞ വാചകം അദ്ദേഹത്തിൻ്റെ അഭ്യുദയാകാംക്ഷി പറയുന്നത്. എനിക്കത് വളരെ, അപ്പോൾ രാമന്, ഡോക്ടർ പി രാമനൊരു സിദ്ധിയുള്ള ഒരാളായിരുന്നു. വേണമെങ്കിൽ ആ സിദ്ധികളുള്ളത് കൊണ്ടായിരിക്കാം ആൾക്കാർ അദ്ദേഹത്തിലേക്ക് വന്ന്. പിന്നെ ആരെങ്കിലും അദ്ദേഹത്തിനോട് ചോദിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല, ഏതൊന്നറിഞ്ഞാൽ എല്ലാം അറിഞ്ഞതായി തീരുമോ അതെനിക്ക് പറഞ്ഞു തരണം. അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ നാട്ടിൽ. അപ്പം രാമൻ ഡോക്ടർ എന്ന് പറയുന്നത് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് ഒരു വേഷവുമില്ല, വേഷം കെട്ടുമില്ല. താൻ സാധാരണ മനുഷ്യനെ പോലെ, അതായത് അണോരണിയാൻ മഹതോ മഹിയാൻ എന്ന് പറയുന്ന ഒരു ഏറ്റവും താന്ന തലത്തിൽ നമുക്കൊക്കെ അടുത്തറിയുന്നവർക്ക് തോന്നും ഇതുപോലൊരു മനുഷ്യൻ ഈ നമ്മുടെ ഇടയിൽ ജീവിച്ചിരുന്നു എന്നുള്ളത്. അപ്പം അത് അങ്ങനെയും ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു. അതായത് ഞാൻ കൂടെ പറയാറുണ്ട്, ഹൃദയത്തിൽ കയ്യൊപ്പിട്ട് കടന്നുപോയ ഒരാൾ. എത്രയോ പേർക്ക് അത് പറയാനുണ്ട്. അപ്പം അതൊരു അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. പുസ്തകമാവോ എന്നുള്ളതൊന്നും ഇപ്പം പറയാൻ അല്ല, അത് ആകട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. എന്തായാലും ഇങ്ങനെ ഒരു മഹാനായ മനുഷ്യൻ, ഒരു മനുഷ്യ സ്നേഹി, ഒരു തികഞ്ഞ പണ്ഡിതൻ, ആധുനിക വിദ്യകളിലും നിഷ്ണാതനായ ഒരാൾ, അങ്ങനെ ഒരാൾ നമ്മുടെ ഇടയിൽ ഇങ്ങനെ നിശബ്ദം ജീവിച്ചിരുന്നു, ലോകത്തെ മുഴുവനും സ്നേഹിച്ചുകൊണ്ട് ജീവിച്ചിരുന്നു എന്നറിയുന്നത് തന്നെ ഒരു പുണ്യമാണ്. അതും അദ്ദേഹം സമാധി ആയതിൻ്റെ 8ാം വാർഷികം വരുന്നതിൻ്റെ തലേ ദിവസമാണ് നമ്മൾ അദ്ദേഹത്തെ അനുസ്മരിക്കാൻ ഒരവസരം കിട്ടിയത്. ഇന്ന് ഇങ്ങനത്തെ ചാനൽ ചർച്ചകളിലൊന്നും അല്ല, തീർച്ചയായിട്ടും നമുക്കിങ്ങനെ ഒരു പദ്ധതി തന്നെ ഉണ്ട്. സോപാനം എന്ന് പറയുന്ന ഒരു പദ്ധതിയിലാണ് നമ്മൾ ഇത്തരം ചർച്ചകൾ നടത്തുന്നത്. കാരണം സമൂഹം അറിയപ്പെടേണ്ട വ്യക്തിത്വങ്ങളെ സമൂഹത്തിൻ്റെ മുന്നിൽ അവതരിപ്പിക്കുക. തീർച്ചയായിട്ടും ഈ ഡോക്ടർ പി രാമനെ പരിചയപ്പെടാൻ കഴിഞ്ഞില്ല, അദ്ദേഹത്തെ ഒന്ന് നമസ്കരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ജീവിതത്തിൽ ഒരു കുറവായിട്ട് അങ്ങയുടെ പ്രഭാഷണം കേട്ടപ്പോൾ, ഈ വാക്കുകൾ കേട്ടപ്പോൾ എനിക്ക് ഒരു വളരെ വേദനയോടെ ഞാൻ തിരിച്ചറിയുന്ന ഒരു സത്യമാണ്. ഇങ്ങനെയുള്ള മഹാത്മാക്കളെ ജീവിതത്തിൽ പരിചയപ്പെടേണ്ടതാണ്. എന്തായാലും ഈ പുസ്തകത്തിലൂടെയെങ്കിലും മലയാളി അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ അറിയട്ടെ.
ഡോക്ടർ പി രാമനെ പോലെയുള്ള അവതാര പുരുഷന്മാർ, അങ്ങനെ വേണം, ആത്മാരാമന്മാർ, അവർ നമ്മുടെ സമൂഹത്തിൽ ഇനിയും പിറവിയെടുക്കട്ടെ. നമ്മുടെ ഈ സമൂഹത്തെ നേരായ വഴിക്ക്, നേരായ മാർഗത്തിൽ അവർ ഒത്തുചേർന്ന് നയിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം, ഇച്ഛിക്കാം. സർവേശ്വരൻ്റെ അനുഗ്രഹം അതിനുണ്ടായി തീരട്ടെ എന്ന് മാത്രം. നന്ദി, നമസ്കാരം.